അമ്പലത്തിലേക്ക് പോയി വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാ. അച്ഛൻ്റെ രണ്ടാമത്തെ ഇതായിരുന്നു. ഓർമ്മ ദിവസം ആലുവയിൽ പോയിട്ട് ബലിയിടാൻ പോയി. ഇവർ രണ്ടുപേരും ബലിയിട്ട്. അതെ, ഞാനത് അക്കുണ്ടായിരുന്നു. ഞങ്ങളപ്പ വേറെ ഒന്നുമില്ല, ഒന്നും ചെയ്തില്ല, പോയി ബലിയിട്ട് വന്ന്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നല്ല ഏർലി മോർണിംഗ് തന്നെ ചന്ദനക്കുരയൊക്കെ തൊട്ട് അമ്പലത്തിലേക്ക് പോയി വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാ. അവിടെ ഒരാൾ അമ്മ ഒരാളോടെ ഉണ്ട്. ഹായ്. ഞങ്ങളെല്ലാവരുടെയും അമ്പലത്തിൽ പോയി വന്നതാണ്. അതെ, എന്തായിരുന്നു അമ്പലത്തിൽ പോകാനുള്ള കാര്യം? ഇന്ന് അച്ഛൻ്റെ രണ്ടാമത്തെ ഇതായിരുന്നു. ഓർമ്മ ദിവസം മരിച്ചതിൻ്റെ. അപ്പം അത് മാർച്ച് 15 ആയിരുന്നു. അപ്പം ഇന്നായിരുന്നു നാളെ. അപ്പം അതിൻ്റെ ആലുവയിൽ പോയിട്ട് ബലിയിടാൻ പോയി. ഇവർ രണ്ടുപേരും ബലിയിട്ട്. അതെ, ഞാൻ തക്കു ഉണ്ടായിരുന്നു. തക്കു ഇപ്പൊ പോയി വീട്ടിലേക്ക് പോയി. തക്കു ഞങ്ങൾ വഴിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാ പോയത് അല്ലേ? ഞാൻ ശ്രുതിയും സുധും പോയി. അതെ, തക്കോക്കാട് പോയി. ഇതിപ്പോ അമ്മ പോവാറായിട്ടുണ്ട്. ഒരാളോടെ പോണ സമയം കഴിഞ്ഞ്. അതെ അതെ, ഒരാളോടെ വന്നോടിയാണ് ചായ കളിപ്പിക്കണല്ലേ? ചായ. അതെ, തലവേദന എടുത്തിരിക്കാനൂടെ കിടക്കിടക്ക് ഉണ്ട് അങ്ങനെ തലവേദന. ഇപ്പൊ മാറി പറഞ്ഞു പോയപ്പോ തലവേദനയായിരുന്നു. അപ്പൊ ഇപ്പൊ ചായ കുടിച്ചിട്ടുണ്ട്. ഞാൻ കയ്യിൽ പോകും. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അല്ലേ? പറ. അതെ, ഞങ്ങളപ്പ വേറെ ഒന്നുമില്ല, ഒന്നും ചെയ്തില്ല, പോയി ബലിയിട്ട് വന്ന്. എനിക്കിത് ചായ കൊടുത്തട്ടാ. നേരെ ചായ കൊടുത്ത് കടയിൽ ചായ ഒന്നും കുടിച്ചില്ല. നേരെ അവിടെ പോകുന്നു. നേരെ പോകുന്നത് ഇപ്പൊ ചായ ചായ കുടിക്കാണ്. അപ്പൊ അതെ ചപ്പാത്തി രാവിലെ തന്നെ. ഇപ്പൊ വിശന്ന് രാവിലെ തന്നെ ഇങ്ങനെ വിശക്കാത്തുള്ള ഗുളിക കഴിച്ചിട്ടാണ് പോയത്. തൈറോയിഡിന്റെ ഗുളിയും പ്രഷറിന്റെ ഗുളിയും കഴിച്ചിട്ടാണ് പോയത്. ഭയങ്കര ഒരു വയറ് കത്തലി. അപ്പൊ ഇപ്പൊ ചപ്പാത്തി ചൂടാക്കി ഒരു ചായ കുടിച്ച് പോകുമ്പോഴത്തേക്കും ഒരരിച്ചില് മാറുമല്ലോ. ഓർത്താണ് അങ്ങനെ ചെയ്യാന്നോർത്താ. അതെ, അന്ന് ഇത് കുടിക്കട്ടെ. അതെ, ഇവിടെ നിക്കണ്ട്. അതെ, ചായ ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചായ എടുത്ത് കുടിക്കാൻ അങ്ങോട്ടേക്ക് പോവാ. അങ്ങോട്ടേക്ക് വേറെ തൊട്ടിട്ട് ചായ കുടിക്കണ്ട. ഇന്നിപ്പോ അത് നേരം വൈകല്ലേ മാ? ഒരുപാട് നേരം വൈകി. 7:30. എത്ര എങ്ങനെയായാലും എവിടെ ചായ അറിയത്തോ കുടിക്കുമ്പോഴാണ് പൂർണ്ണത വരുള്ളൂ. ഓടിപ്പോ ഒരു അടക്കള ഇവിടെ നിന്നാണ് അത്യാവശ്യമായിട്ട് വരണ്ടൂട്ടാണ്. അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കണം. ഞാനാണെങ്കിൽ വൈകി. എന്റെ മീനൊക്കെ ഇപ്പൊ തന്നെ ഇവിടെ വിളിച്ച് പറയണം. മാർക്കറ്റിൽ പോകണ്ട വേണ്ട. പിന്നെ നേരെ മാർക്കറ്റിലോട്ട് പോണം. എന്റെ വണ്ടിക്കാണെങ്കിൽ കംപ്ലൈന്റ് ആണ്. വണ്ടിക്ക് പെട്രോള് ബക്കറ്റിൽ കുടിക്കാൻ ഞങ്ങൾ വഴി കിടന്നു. പെട്രോൾ അടിച്ചിട്ടുണ്ട്. എറണാകുളം എത്തുവാൻ സംശയമാണ്. ഇന്ന് തന്നെ ശരിയാക്കാൻ കൊടുക്കേണ്ട വണ്ടി. കുഴപ്പമുണ്ട്, പെട്രോൾ കാണില്ല. ഇപ്പോഴും മിന്നി നിൽക്കുള്ളു. എന്നിട്ട് ഇവിടെ അടുത്തുനിന്ന് അവര് ചവിട്ടി തള്ളിക്കൊണ്ട് ഒരിടത്ത് വെച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേറെ വണ്ടി എടുത്തിട്ടൊക്കെയാണ് പോയത്. ഇവിടെ അടുത്ത് തന്നെ ഇരുന്ന്, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ ഇവിടെ അത്യാവശ്യമായിട്ടെങ്കിലും പോയതല്ലട്ടെ. ഇന്നലെ അവിടെ ഒരു അമ്പലത്തിൽ ഗാനമേള ഉണ്ടായിരുന്നു, അതിന് പോയതാണ്. വെള്ളൂർ മുത്തപ്പന്റെ അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കളിയുണ്ടായ സ്ഥലത്ത് ഇന്നലെ ഗാനമേള ഉണ്ടായിരുന്നു. നല്ലതായിരുന്നിട്ടാ. കളി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കളിയാക്കിയിരുന്നു. കളി സൂപ്പറായിരുന്നു. അതെ, നിങ്ങളെ നാട്ടിലൊന്നും കളി വേണ്ടല്ലോ, നിങ്ങൾ വിളിക്കണില്ല. അതെ, വിളിക്കണവര് പിന്നെ തിരിച്ചും വിളിക്കാനുള്ള. വിളിക്കും പിന്നെ വിളിക്കൂല. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യം ചെയ്യേണ്ടതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ടല്ലേ? പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടുത്ത ദിവസങ്ങളിലായിട്ടൊക്കെ ഉണ്ടാവും. അടുത്ത ആഴ്ച. അത് തന്നെ. അപ്പൊ അതിന്റെ ഭാഗങ്ങളായിട്ട് പുറകെ ഉണ്ടാവും. വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പൊ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ കാണിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ എടുക്കാം അല്ലേ? നല്ല തിരക്കൊക്കെ ഉണ്ട്. കുറെ ആൾക്കാർ ബലിയിടാനൊക്കെ ഞങ്ങൾ പിന്നെ അവിടെ എത്തി. നമുക്ക് ഒരാറായപ്പോഴാണ് നല്ല തിരക്കായി വന്നത്. നല്ല തിരക്കായി. ശിവരാത്രിയുടെ ആ ഭാഗമായിട്ടുള്ള കച്ചവടങ്ങളൊന്നും ഇത്ര നാളായിട്ട് കഴിഞ്ഞു. ഇത്ര മാസം 1.5 മാസം കൊണ്ട് ഉണ്ടാവും. അത് 1.5 മാസം ഉണ്ടായാലും അവർക്ക് ഇതിൽ കിട്ടുള്ളല്ലോ. അതെ, ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. അവിടെ കുറെ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗെയിമിങ് കാര്യങ്ങളൊക്കെ. അത് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ. അതെ അതെ അതെ. അപ്പൊ ഇന്നത്തെ ടുഡേ വ്ളോഗാണ് തുടങ്ങണത്. അപ്പൊ ഇന്നത്തെ മൊത്തം വിശേഷങ്ങൾ കാണിക്കാം അല്ലേ? ഇപ്പൊ നമ്മൾ പോവും. അപ്പൊ ഇനി അടുത്ത വിശേഷങ്ങളിൽ കാണാം അല്ലെ? ഹലോ. അപ്പൊ നോക്കിയേ, നേരെ ജിമ്മിലൊക്കെ പോയി വന്നിട്ട് അടുത്ത പരിപാടി നോക്കേണ്ട. എന്താണ് പരിപാടി? കുറച്ചധികം പരിപാടികളുണ്ട്. കുറച്ചധികം എന്ന് വെച്ച് നോക്കി,
വന്ന് ജിമ്മി പോയി വന്നപ്പോഴേക്കും നല്ല പെടക്കണ പെടപെടക്കണ്ട പെടക്കണില്ല നല്ല പിലോപ്പി നമ്മളുടെ ഇവിടെയൊക്കെ കെട്ട് സീസണാണ് ഇപ്പൊ കെട്ട് കലക്കണ സീസണാണ്. നമ്മൾ ഈ രണ്ട് സൈഡിലും നമ്മൾ പഴയ വീഡിയോയിലൊക്കെ ഇങ്ങനെ പോണ വഴിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ രണ്ട് സൈഡിലും ഇങ്ങനെ കൊറേ വെള്ളവും അതാണ് കെട്ട്. എന്താണ് പുഴ പോലെയൊക്കെ തോന്നുന്നു. അറിഞ്ഞൂടാത്തവർക്ക് പുഴ പോലെ, എന്നെ പോലുള്ളവർക്ക് പുഴയായിട്ട് ഞാൻ കേൾക്കുന്നത് എന്താണ് ഈ പറയണേന്ന്. അതെ, അത് സൈഡിലുള്ളത് തന്നെയാണ് കെട്ടെന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാൻ പറ്റും, ചിലവർക്ക് അറിയാൻ പറ്റില്ല, ചിലവർക്ക് അറിയാൻ പറ്റും. അതെ, അപ്പൊ അവിടെ മീനൊക്കെ കിട്ടും ഇപ്പൊ കൊറേ. ഇപ്പൊ പിലോപ്പി, കരിമീൻ അങ്ങനത്തെ കുറെ മീനുകൾ കിട്ടുന്ന സമയമാണ് ഇപ്പൊ. ഈ നമ്മുടെ വിഷുവിന് മുമ്പായിട്ട് എല്ലാം അല്ലെ പിടിക്കുമെന്നാണ് പറയണത്. അതെ, അപ്പൊ നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ജസ്റ്റ് കാണിക്കാൻ കൊണ്ടുപോകും. ഇത് കാണിക്കാൻ കൊണ്ടുപോയി പിലോപ്പിയാണ് ഈ കിടക്കണത്. പിന്നെ ഇപ്പം പെരട്ടി വെച്ചാണതില്ലേ ഞാൻ പിടിക്കാൻ പോയ കാളാഞ്ചി. ഇല്ലട്ടാ, ഇത് അമ്മ ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവന്നാണ് കാളാഞ്ചി. ക്യാൻറ്റീനിൽ നിന്ന് അമ്മ മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ മേടിച്ചപ്പോ അതിൽ പീസ് കഷ്ണങ്ങള് നമ്മളപ്പോ കറി വെക്കാനായിട്ടാണ് ഉദ്ദേശിച്ചു കൊണ്ടുവന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നപ്പോ കറി വെച്ചാ പിന്നെ ഇനി നല്ല പിലോപ്പി ഉണ്ടല്ലോ, പിലോപ്പി കറി വെക്കാം. അപ്പൊ കാളാഞ്ചി കറി വെക്കാന്ന് അല്ല വറക്കാന്ന് കരുതി അല്ലേ, പെരട്ടി വെച്ച്. അതെ, ഇനി പിലോപ്പിനെ റെഡിയാക്കണം. പക്ഷെ എനിക്ക് വലിയൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് റെഡിയായി വരുമ്പോ എന്താവോ എങ്ങനെയാവോ നോക്കിയിട്ട് ബാക്കി നന്നാക്കും. ഒരു ചെറുതിനെടുത്ത് ഞാൻ പരീക്ഷിക്കും എങ്ങനെ ഉണ്ടാവും. വെട്ടാനുണ്ടാ, പിന്നെ കറി വെക്കൽ അമ്മ വന്നിട്ട് വെക്കും, വറക്കൽ ഇപ്പൊ വറക്കും. അതെ, അപ്പൊ നമുക്ക് സാധനങ്ങൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം. പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മീനും കൂടി ലൈവായിട്ട് കാണിക്കാൻ പറ്റും, നമുക്ക് നോക്കാം അല്ലേ. വീട്ടിന്റെ അവിടെ പോവാണെങ്കിൽ നോക്കട്ടെ, പറ്റണ നമുക്ക് അതും കൂടി കാണിച്ചു തരാം. ഞാനും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലേക്ക് കിടക്കാം അല്ലെ. പൂമുഖവാദിക്കൽ ഭാര്യ വറക്കുകയാണോ? വീഡിയോ ആണ് നമ്മുടെ കാളാഞ്ചി വറുത്താണ് വറുത്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റിയില്ല ഗൈസ്, അവിടെ മീനില്ല. അതെ, മെയിൻ പിടുത്തമല്ലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അവിടെ കുറെ കെട്ടുകളുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം ഇതിനെ കൊണ്ട് ഞാൻ അവിടെ ഇടും. മീനുകളുടെ ഇടയിൽ മീനുകൾ പിടക്കുന്നത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും അല്ലേ. സോ സാഡ്. വിഷമോയാ? അയ്യോ. അതുകൊണ്ട് നമ്മള് അതുകൊണ്ട് കാളാഞ്ചിയിലും പിലോപ്പിയിലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഓർത്ത്. അതെ, രണ്ടും ഫ്രൈ ആണ് ചെയ്യണം അല്ലേ. രണ്ടും കൊഞ്ചം ഫ്രൈ ചെയ്തിട്ട് കഴിക്കാന്ന് കരുതി. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ടുഡേ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണം അല്ലേ. എന്താണ് ക്യാമറ എടുക്കണില്ലേ നോക്കിയതാണ്. പറയാണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. നല്ല വിശേഷം. ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോണ്. അപ്പൊ നിങ്ങൾ കരുതും ഞാൻ എന്താണ് ഇവിടെ തന്നെ ജോലിക്ക് പോകേണ്ടി ഇങ്ങനെ നിക്കണേന്ന് കരുതും. എനിക്ക് ഉച്ചക്ക് പോയാൽ മതി. എനിക്ക് അതെ, രാത്രി 8-9 മണി കഴിഞ്ഞാൽ വരുമ്പോ അത്ര നേരം അവിടെ ആളുണ്ടാവും. അങ്ങനെ നേരത്തെ വരും, ചില ദിവസം 10 മണി 11 മണിയൊക്കെ കഴിയും ചില ദിവസം. അതെ, ഓരോ ദിവസവും ഒരു കച്ചവടം ആളുകളും ഒക്കെ വന്ന പോലെ ഇരിക്കും. അത് തന്നെ. ചില ദിവസം നേരത്തെയും വരും, തിരക്കൊന്നും ഇല്ലാത്ത ദിവസം. അപ്പൊ ഉച്ച വരെയൊക്കെ ഞാനിവിടെ ഉണ്ടാവും. ഇങ്ങനെ ആടിയും പാടിയൊക്കെ നിന്നിട്ട് തന്നെ അവിടെ പോകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ ഇനിയിപ്പൊ കറി അയക്കാനത്തിന് ഒരു സർപ്രൈസ് ആണ് അവിടെ കാണിക്കാണ്ടല്ലേ ശ്രുതി? ഉണ്ട്, അപ്പൊ അത് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് കഴിക്കാൻ നേരത്ത് നമുക്ക് കാണാം, വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അല്ലേ. ഓക്കെ, അങ്ങനെ ഞങ്ങളിത് ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാം. എന്താണ് ഈ പറയണത്? പോയിന്റ് 5-ലാണ് എടുക്കണത്. ചോറ് അത്ര വേണ്ട. ഇന്ന് ഞാൻ അപ്പം രാവിലെ നമുക്ക് അപ്പം മുട്ടക്കറിയുമായിരുന്നു. അപ്പൊ അപ്പം ഞാൻ നന്നായിട്ട് കഴിച്ചു. എനിക്ക് കുഞ്ഞു കഷ്ണം മതി. അതെ, 2 തരം മീൻ വറുത്തത് സംഭവം. 2 തരം മീൻ വറുത്തത് കൂട്ടി ചോറ് കഴിക്കാൻ പറ്റത്. ഇത് നമ്മുടെ കാളാഞ്ചി ഫ്രൈ, ഇത് പിലോപ്പി. പരീക്ഷയുടെ ശരിയായിട്ടാ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. വെട്ടിയിട്ട് വലിയ മീൻ ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട്. അമ്മക്ക് വിഷമം വേണ്ടല്ലാന്ന് ഓർത്തിട്ട് വലിയ മീൻ തൊടാൻ എനിക്കൊരു പേടി. അപ്പൊ ഞാൻ കുഞ്ഞു മീനൊക്കെ നോക്കിയിട്ട് അതിന്ന് ആദ്യമായിട്ട് ചെയ്യണം. ചെയ്തപ്പോ ശരിയായിട്ടുണ്ട്. കാളാഞ്ചി ഇങ്ങനെ എടുത്തോ. കാളാഞ്ചി നമ്മൾ കഴിഞ്ഞ ദിവസമല്ലേ കറി വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഇരിക്കും, ഇതിന്റെ ഇതൊക്കെ കണ്ടത് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി. നമ്മുടെ നാടൻ പിലോപ്പി നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണെങ്കിലും എപ്പോഴും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിന്. അടിപൊളി. അതെ, നല്ല അടിപൊളിയാണ്. ഇങ്ങനെ എടുത്തിട്ടേക്ക് നമുക്ക് ആദ്യം കാളാഞ്ചി തുടങ്ങാം.
കളഞ്ഞതാ. കുറച്ചുകൂടി കുറച്ച് മീൻ എടുത്തിട്ട് കഴിച്ചോളാം. അടിപൊളിയാണ്. ഞാനത് ടേസ്റ്റ് ചെയ്ത് അത് വറക്കണ നേരത്തെ തന്നെ നല്ല പിലോപ്പി, നല്ല സ്വയം പിലോപ്പി ചോറിൽ ഇട്ടിട്ട് ഫ്രഷ് ആയിരുന്നു കേട്ടോ ബിലോപ്പി. അതെ ഇപ്പൊ പിടിച്ചോടത്തൊന്നും മേടിച്ചിട്ടുണ്ടാന്നേ. അതെ ജിമ്മി പോയിന്റ് മേടിച്ചത് നമ്മുടെ ഇവിടെ അപ്പൊ തന്നെ പിലോപ്പിയും കരിമീനൊക്കെ പിടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വെക്കണ സ്ഥലങ്ങളുണ്ട്. ഗൈസ് പൊളി, ഒന്നും പറയാനല്ല. അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. അതെ 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 അതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചുമ്മാ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട. വീഡിയോസ് ഒക്കെ കുറേ നോട്ടിഫിക്കേഷൻ വല്ലതൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി വന്നു തുടങ്ങട്ടെ. അപ്പോൾ നല്ലൊരു വീഡിയോ ഇടക്കിടക്ക് ഒന്നരടെങ്കിലും എല്ലാവരും ഒന്ന് കയറി നോക്കിയേക്കാ ചാനലൊന്ന്. അപ്പൊ വീഡിയോ മിക്കവാറും ഉണ്ടാവും, നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങിക്കോളും. വന്നു തുടങ്ങിക്കോളും. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുന്ന അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.